ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കീം പി വൈ ക്യു സീരീസിലെ പാർട്ട് 2 ആണ്. മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ത്രീ നമ്പേഴ്സ് എ ബി ആൻഡ് സി ആർ ഇൻ ജി പി. ഇഫ് എ ബി സി ഈക്വൽ ടു 27 ആൻഡ് എ പ്ലസ് സി ഈക്വൽ ടു 10, then എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് മൂന്ന് നമ്പേഴ്സ് എ ബി സി, അതെല്ലാം ജി പിയിലെ ടേംസ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി സി ഈക്വൽ ടു 27 നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാം. എന്താണ്? ബി സ്ക്വയർ എന്ന് പറയുന്നത് എ സി ആയിരിക്കും. അതായത് ഒരു ജി പിയിലെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ മറ്റു രണ്ട് ടേമിൻ്റെയും ജോമെട്രിക് മീൻ ആയിരിക്കും. അപ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു എ സി ആണ്. അപ്പോൾ എ ബി സിയിലെ എ ഇൻറ്റു സി എന്നുള്ളതിനെ ബി സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ദാറ്റ് ഈസ് ബി ഇൻറ്റു ബി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? എ ബി സി 27 ഈക്വൽ ടു 27. ബി ക്യൂബ് ആണ് 27. ബി എന്ന് പറഞ്ഞാൽ ക്യൂബിക് റൂട്ട് ഓഫ് 27, ദാറ്റ് ഈസ് ബി ഈക്വൽ ടു 3 ആണ്. ദെൻ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് എ പ്ലസ് സി ഈക്വൽ ടു 10 ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറയുന്നത് എന്താണ്? ബി സ്ക്വയർ ആണ്. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ 9. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 10ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9ഉം വരണമെങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കാം? ഒന്നുകിൽ A1 ബി സി 9, അല്ലെങ്കിൽ A9 ഓർ C1. രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. നമുക്ക് വേണ്ടത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. ഇപ്പോൾ A1 കൊടുക്കുകയാണെങ്കിൽ 1 സ്ക്വയർ പ്ലസ് ബി സി 3 ആണ്, ബി 3 സ്ക്വയർ പ്ലസ് സി 9 സ്ക്വയർ. തിരിച്ചു വന്നാലും ഇപ്പോൾ A9ഉം B1 ആയാലും ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ ആൻസർ 91 ആണ് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the positive numbers alpha beta have geometric mean 6 if alpha and beta are the roots of the equation 2x square minus 25x plus lambda equal to 0 is equal to, then the value of lambda is. അതായത് ആൽഫയും ബീറ്റയുടെ ജോമെട്രിക് മീൻ ആണ് 6. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഈക്വൽ ടു 6 ആണ്. അത് കൂടാതെ പറഞ്ഞിട്ടുണ്ട് ആൽഫയും ബീറ്റയും ഈ 2x സ്ക്വയർ മൈനസ് 25x പ്ലസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പ്രൊഡക്റ്റ് ഒരു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടിൻ്റെ പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ സി ബൈ എ ആണ്. ഇവിടെ സിയുടെ സ്ഥാനത്ത് ലാംഡയും A2 ആണ്. ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു ലാംഡ ബൈ 2 ആണ്. നമുക്ക് ജോമെട്രിക് മീൻ എന്ന് ആൽഫ ബീറ്റ ഈക്വൽ ടു 36 കിട്ടിയിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ ലാംഡ ഈക്വൽ ടു 36 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 72. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let S be the set of all 5-digit numbers having only the digits 0 and 1. Then n of S equal to. അതായത് എസ് എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സെറ്റാണ്. പക്ഷെ ആ 5 ഡിജിറ്റിൽ ഏതൊക്കെ ഡിജിറ്റാണ് വരുന്നത്? അത് 0 അല്ലെങ്കിൽ 1. 0 1ന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള 5 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ അതിന് എൻ ഓഫ് എസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന്റെ ടോട്ടൽ നമ്പർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 5 ഡിജിറ്റ് നമ്പറിന്റെ ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പർ ഓഫ് ചോയ്സസ് ഫോർ ഈച്ച് ഡിജിറ്റ്. എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദ number of choices for each digit. ഇപ്പോൾ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ ചോയ്സസ് ഫോർ ഫസ്റ്റ് ഡിജിറ്റ് ഇൻറ്റു ചോയ്സസ് ഫോർ സെക്കൻഡ് ഡിജിറ്റ് ഇൻറ്റു ചോയ്സസ് ഫോർ തേർഡ് ഡിജിറ്റ് ഇൻറ്റു ചോയ്സസ് ഫോർ ഫോർത്ത് ഡിജിറ്റ് ഇൻറ്റു ചോയ്സസ് ഫോർ ഫിഫ്ത്ത് ഡിജിറ്റ്. നമ്മൾ 5 ഡിജിറ്റാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ഡിജിറ്റ് എന്താവണം? ഉറപ്പായിട്ട് അത് 1 ആവണം. 0 ആയി കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അത് 4 ഡിജിറ്റ് നമ്പർ ആയി പോകും. അതുകൊണ്ട് ഫസ്റ്റ് ഡിജിറ്റിൻ്റെ ചോയ്സ് 1 മാത്രമാണ്, 1. ചോയ്സ് ഫോർ സെക്കൻഡ് ഡിജിറ്റ് എന്തായിരിക്കും? 0 അല്ലെങ്കിൽ 1, രണ്ട് ചോയ്സ് ആണുള്ളത്. ബാക്കി എല്ലാ ഡിജിറ്റിനും 2 ചോയ്സസ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 റേസ് ടു 4 വിച്ച് ഈസ് ഈക്വൽ ടു 16. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Next, the constant term in the binomial expansion of 2x minus 5 by x square all raised to 6 is. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബൈനോമിയൽ എക്സ്പാൻഷനിലെ കോൺസ്റ്റന്റ് ടേം എന്താണെന്ന്. അപ്പോൾ ജനറൽ ടേം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ എന്ന് പറയുന്ന ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ജനറൽ ടേം എന്ന് പറയുന്നത് എൻ സി കെ എ റേസ് ടു എൻ മൈനസ് കെ ബി റേസ് ടു കെ ആണ്. വേർ കെ വാരീസ് ഫ്രം 0 1 ടു എക്സെട്ര അപ് ടു എൻ. നമുക്ക് തന്നിരിക്കുന്ന ബൈനോമിയൽ എക്സ്പാൻഷൻ ടേംസ് എക്സ്പാൻഷൻ ഓഫ് ഈ എലമെന്റ് എന്ന് പറഞ്ഞാൽ എ 2xും ബി മൈനസ് 5 ബൈ എക്സ് സ്ക്വയറും ആണ്. മൈനസ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് എ പ്ലസ് ബി ഓൾ റേസ് ടു എന്നിൻ്റെതാണ് ഈ ഇക്വേഷൻ.
അപ്പോൾ ബി എന്ന് പറയുന്നത് -5/x² ആണ്. n എന്താണ് 6 ആണ്. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ tk+1 എന്ന് പറഞ്ഞാൽ 6ek 2x⁻n−k ഇൻറ്റു -5/x³ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സിൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 2⁻6 - k into -5⁻k then x⁻6 - k - 2k. അതായത് n-ന് നമ്മൾ 6 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയപ്പോഴാണ് ഇവിടെ 2⁻6 - k വന്നത്. -5⁻k ആണുള്ളത്. എക്സിൻ്റെ ടേം ഇവിടെയുണ്ട്, ഡിനോമിനേറ്ററിലുണ്ട്. ഇവിടെ x⁻n - k യും ഇവിടെ x⁻−2k ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ x⁻6 - 3k എന്ന് വരും. ഇപ്പോൾ ഒരു കോൺസ്റ്റന്റ് ടേം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? എക്സിന്റെ ടേം അതിൻ്റെ കൂടെ ഉണ്ടാവില്ലല്ലോ. എക്സിന്റെ പവർ 0 ആയാൽ മാത്രമാണ് കോൺസ്റ്റന്റ് ടേം കിട്ടുക. അതായത് 6 - 3k = 0 ഇക്വേറ്റ് ചെയ്താൽ കെയുടെ വാല്യൂ കിട്ടും. k = 2 ആണ്. കെയുടെ വാല്യൂ 2 ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ 6e2 2⁴ - 5⁻2. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6e2 6⁻² into 4 into 2⁴ 16 ആണ് into -5² എന്ന് പറഞ്ഞാൽ 25 ആണ്. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6000 കിട്ടും. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let A equal to set of A, B, C, D, E, F, then the number of subset of A with an odd number of element is. അപ്പോൾ ഇതിലെ ഓഡ് നമ്പർ എലമെന്റ്സ് വരുന്ന സെറ്റിന്റെ എത്ര നമ്പർ ഓഫ് സബ്സെറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊരു സെറ്റ് തന്നാൽ അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് കൗണ്ട് ചെയ്യാം. A = 6 ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A എന്ന് പറയുന്നത് 6 ആണ്. ഇനി ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 2⁻n ആയിരിക്കും. പക്ഷെ ഇത് ടോട്ടൽ നമ്പർ ആണ്. നമുക്ക് കാണേണ്ടത് ഓഡ് നമ്പേഴ്സിന്റെ എലമെന്റ്സ് ഉള്ളതിന്റെ സെറ്റ് ടോട്ടൽ എലമെന്റ്സ് നമ്പർ ആണ്. അതെന്ന് പറഞ്ഞാൽ 2⁻n - 1 ആണ്. ഇവിടെ n 6 ആണ്. അപ്പോൾ 2⁻6 - 1 that is 2⁵ = 32. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. Next question. If sigma k = 0 to n+1, n+1 ck = 512, then sigma k = 0 to n, n ck = നമുക്കറിയാം സിഗ്മ k = 0 to n, n ck എന്ന് പറഞ്ഞാൽ 2⁻n ആണ്. ഇവിടെ n+1 ആകുമ്പോൾ ഈ എക്സ്പ്രഷൻ എന്തായി മാറും? 2⁻n+1 ആവും. 2⁻n+1 ആണ് 512. അതായത് 512 എന്ന് പറഞ്ഞാൽ 2ന്റെ പവർ ആയിട്ട് എഴുതിയാൽ 2⁻9 ആണ്. അപ്പോൾ n+1 = 9 കൊടുത്താൽ n എന്താണ്? 8 ആണ്. അപ്പോൾ 2⁸ ആണ് വാല്യൂ. 2⁸ എന്ന് പറഞ്ഞാൽ 256. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 8/4 7p4 = ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാം. 8/4 × 7p4 എന്ന് പറഞ്ഞാൽ എന്താ? 7⁻³ 3. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1680 വരും. ഇപ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ആയിട്ട് 8 തൊട്ടിട്ട് 8 × 7 × 6 × 5 ആണ് ഇതിന്റെ വാല്യൂ. അപ്പോൾ ഓപ്ഷൻ എ നോക്കാം. 8p3 എന്ന് പറഞ്ഞാൽ 8⁻5. അതായത് 8 × 7 × 6 ആയിരിക്കും അല്ലേ? അതെങ്ങനെയാ പറയുക? 5 അതായത് നമുക്കറിയാലോ. ഇപ്പോൾ 8 × 7 × 6 × 5 8 ഇടാം. ആ 5 ക്യാൻസൽ ആയിട്ട് ബാക്കി വരുന്ന ടേമാണ് 8 × 7 × 6. ഓപ്ഷൻ സി 8p5 ആണ്. 8p5 എന്ന് പറഞ്ഞാൽ 8⁻3. അപ്പോൾ 8 മുതൽ 4 വരെ വരും. നമുക്ക് 5 വരെ വന്നാൽ മതി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 8p4 എന്ന് പറഞ്ഞാൽ 8⁻4. അപ്പോൾ 4 ക്യാൻസൽ ആവും. ബാക്കി 8 × 7 × 6 × 5 which is equal to 1680. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next, if x = A inverse B, where A = 1 - 1 2 1, B = 3 6 and x = x1 x2, then x1 + x2 = അപ്പോൾ എ തന്നിട്ടുണ്ട്. അതിന്റെ ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കുക. നമുക്ക് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ബി ആണ്. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ ആണ്. ഡിറ്റർമിനന്റ് എ കണ്ടു. അഡ്ജോയിന്റ് എ 2/2 മെട്രിക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഡയഗണൽ എലമെന്റ്സ് അതുപോലെ ഇടുക. -1 2ന്റെ സൈൻ ഇന്റർചേഞ്ച് ചെയ്യുക. ഇവിടെ മൈനസ് ഉള്ളത് പ്ലസ് ആവും, ഇവിടെ പ്ലസ് ഉള്ളത് മൈനസ് ആവും. ഡിറ്റർമിനന്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ആയി. ദാറ്റ് ഈസ് 1/3 1/3 -2/3 1/3.
എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ബി ആണ്. എ ഇൻവേഴ്സ് എ ഡി ബി എന്ന് പറഞ്ഞാൽ 3ഉം 6ഉം ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/3 ഇൻറ്റു 3 പ്ലസ് 1/3 ഇൻറ്റു 6 മൈനസ് 2/3 ഇൻറ്റു 3 പ്ലസ് 1/3 ഇൻറ്റു 6. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 3 1 0. നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റും x1 x2 ആണ്. x1 പ്ലസ് x2 ആണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 3 പ്ലസ് 0 ഈക്വൽ ടു 3. ഓപ്ഷൻ എ ആണ് ആൻസർ. Next question, the numbers A1, A2, A3, A4, A5 and A6 are in GP. If A1 equal to 2 and the common ratio R equal to 1/2, then the value of A1, A2 1, A3, A4 1, A5, A6 1 is equal to. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, തന്നിരിക്കുന്ന നമ്പേഴ്സൊക്കെ ജി പിയിലാണ്. അതിൽ ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്, കോമൺ റേഷ്യോ 1/2 ആണ്. അപ്പോൾ ഓരോന്ന് നമുക്ക് എന്താണെന്ന് എടുത്ത് ഇടാൻ പറ്റും. ഫസ്റ്റ് എലമെൻറ്റും കോമൺ റേഷ്യോയും കിട്ടിക്കഴിഞ്ഞാൽ ജി പി കംപ്ലീറ്റ് ആക്കാൻ പറ്റും അല്ലേ. അപ്പോൾ A1 നമുക്ക് 2 എഴുതി. A2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 2ൻ്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1. ഈ 1ൻ്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ A3 വരും. A3യുടെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ 1/4. 1/4ൻ്റെ 1/2 1/8. 1/8 ഇൻറ്റു 1/2 1/16. ഇനി ഞാൻ ഈ ഫസ്റ്റ് കോളത്തിൽ നിന്നും 2 എന്ന് പറയുന്ന എലമെൻറ്റിനെ ഔട്ട്സൈഡ് എടുക്കുകയാണ്. കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ എന്ത് വരും? 1 1/4 1/16. ഇപ്പോൾ രണ്ട് കോളം സെയിം കോളായിട്ട് വന്നു അല്ലേ, സെയിം എലമെന്റ്സ് ആണ്. അങ്ങനെ വന്നാൽ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. If the matrix A equal to 1 minus 1 4 lambda 8 is singular, then the value of lambda is equal to. ഇപ്പോൾ സിംഗുലർ ആണെന്ന് തന്നിട്ടുണ്ട്. സിംഗുലർ ആവേണ്ട എപ്പോഴാണ്? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 വരുമ്പോൾ. അപ്പോൾ ഡിറ്റർമിനന്റ് എ കാണുക. ദാറ്റ് ഈസ് 8 മൈനസ് 4 ദാറ്റ് ഈസ് 8 പ്ലസ് 4 ലാംഡ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ലാംഡ മൈനസ് 2. ഓപ്ഷൻ ഇ ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൂടെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.